RSS മേധാവി കേരളത്തിൽ ഉണ്ടല്ലോ, അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടികളിലേക്ക് വിദ്യാഭ്യാസ സെമിനാറോ ഒക്കെയാണ്, അതിലേക്ക് കേരള സർവകലാശാലയുടേത് ഉൾപ്പെടെയുള്ള VC-മാരെ ക്ഷണിക്കാമാർക്കും. പക്ഷേ അവർ പോകാമോ? പോയത് വലിയ കുഴപ്പമായല്ലോ. കുഴപ്പമായെന്നാണ് CPM-ഉം കോൺഗ്രസും ഒക്കെ പറയുന്നത്. വെറുതെ ഇങ്ങനെ പറയാമെന്നുള്ളതല്ലാതെ ചട്ടവിരുദ്ധമായ എന്തെങ്കിലും കാര്യം VC-മാർ ചെയ്തോ? ഇല്ലല്ലോ. രാഷ്ട്രീയ സ്വഭാവമുള്ളൊരു പരിപാടി പങ്കെടുക്കാമോ? രാഷ്ട്രീയ സ്വഭാവം എന്ന് നിങ്ങൾ ആരോപിക്കുന്നു. അതൊരു വിദ്യാഭ്യാസ സെമിനാറാണ്. അതിനകത്ത് രാഷ്ട്രീയമുള്ളവരോ ഇല്ലാത്തവരോ ഒക്കെ പങ്കെടുക്കുന്നവരും. അതിലെന്താ തകരാറ്? കേരള യൂണിവേഴ്സിറ്റിയിൽ ഇരിക്കുന്നവരൊക്കെ പുണ്യാളന്മാരോ കമ്മ്യൂണിസ്റ്റുകാരല്ലേ? കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിലിരിക്കുന്നത് മുഴുവൻ ആ ഷിജു ഖാനൊക്കെ ആരാണ്? ഡോക്ടർ CPM-ൻ്റെ ഗുണ്ടയെ പോലെ തല്ലാനിറങ്ങുന്ന ആൾക്കാരൊക്കെ ഇരുന്നിട്ട് ഇപ്പോഴത്തേക്ക് മാന്യത പഠിപ്പിക്കുന്നത്. അതൊക്കെ വെറുതെ പറയുന്നത്. ഇവർ ഒരു വിദ്യാഭ്യാസ സെമിനാറിൽ അവർ പങ്കെടുത്തു. അതിനകത്ത് RSS-ൻ്റെ സർസംഘചാലകർ പങ്കെടുക്കും, സിറോ മലബാർ സഭയുടെ അധ്യക്ഷൻ പങ്കെടുക്കും, ആരെങ്കിലുമൊക്കെ പങ്കെടുക്കും. അതുകൊണ്ട് നടക്കുക എന്നൊക്കെ പറയുന്നത് വെറുതെ. എനിക്കറിഞ്ഞു 24 hours എലക്ഷൻ മോഡിലാണ് ആൾക്കാർ. കേരളത്തിലെ ഇപ്പോൾ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, RSS-നെ ഏറ്റവും ഫലപ്രദമായി ഏറ്റവും തീവ്രമായിട്ട് എതിർക്കുന്നത് ആരാണ്? LDF, UDF. അപ്പോൾ അതുകൊണ്ട് RSS എന്നുള്ള 3 അക്ഷരം കേട്ട് കഴിഞ്ഞാൽ കുരിശുകണ്ട ചെകുത്താനെപ്പോലെ ഈ 2 കൂട്ടരും കൂടെ ചാടി വീഴും. അത് സാംസ്കാരിക സമ്മേളനമായാലും ശരി, വിദ്യാഭ്യാസ സമ്മേളനമായാലും ശരി, വെറും സർക്കസ് കാണാനായിട്ട് സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ ഇത് കൊണ്ടുവരും. ഇത് വലിയൊരു ശാപമാണ് കേരളത്തിൻ്റെ. സകല കാര്യങ്ങളിലും രാഷ്ട്രീയം നിർത്തുക, സകല സ്ഥലത്തും വഴക്കുണ്ടാക്കുക. അത് ഇതിപ്പോൾ സംഭവിക്കുന്ന ഇവർ ഈ ബഹളമെല്ലാം വെച്ചിട്ട് ചരിത്രത്തിൽ അല്ലെങ്കിൽ ഞാൻ ഈ ഉള്ള സത്യം പറയാമല്ലോ, ഭാരതീയ വിചാരകേന്ദ്രം അതിൻ്റെ ഒരു കാലത്ത് സെക്രട്ടറി ആയിരുന്നു ഞാൻ. എത്രയോ വൈസ് ചാൻസലർമാരെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അവർ വന്നിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്. ഗവർണറെ വിളിച്ചിട്ടുണ്ട് ഞാൻ. കമ്മ്യൂണിസ്റ്റ് ഗവർണർ സുഖദേവ് സിംഗ് കാങ് സിഖുകാരനാണ്, CPM-കാരനാണ്. അത് ശരി. സുഖദേവ് സിംഗ് കാങ് കേരള ഗവർണർ ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു ഒഫീഷ്യൽ ക്ഷണക്കത്ത് ഞങ്ങളുടെ പരിപാടിക്ക് വരാൻ അദ്ദേഹത്തിന് കൊടുത്തു. വിചാരകേന്ദ്രം എന്ന് പറഞ്ഞാൽ RSS ഫാമിലിയിൽപ്പെട്ട സംഘപരിവാറിൽപ്പെട്ട ഒരു സംഘടനയാണ്, സാംസ്കാരിക സംഘടനയാണ്, പക്ഷേ സംഘപരിവാറിൽപ്പെട്ട. അതിലല്ലാത്തവരും ഒക്കെ വിചാരകേന്ദ്രത്തിലുണ്ട്. എന്തുമായിക്കോട്ടെ, ഒരു നിറം അതാണ്. ഇതറിഞ്ഞുകൊണ്ട് തന്നെ സുഖദേവ് സിംഗ് കാങ് അത് വരാൻ സമ്മതിച്ചു. ബട്ട് അദ്ദേഹം ഇവരെക്കാളൊക്കെ ഡിസിപ്ലിൻഡ് ആയിരുന്നു കേട്ടോ. സുഖദേവ് സിംഗ് കാങ് ചാർട്ട് തന്നു, പ്രോഗ്രാം എങ്ങനെ നടത്തണം. ഒന്ന്, അദ്ദേഹം വരുമ്പോൾ ജനഗണമന, അദ്ദേഹം പോകുമ്പോൾ ജനഗണമന. 2, ജനഗണമന. അദ്ദേഹം പ്രസംഗിക്കും, 25 മിനിറ്റ് പ്രസംഗിക്കും. 25 മിനിറ്റിൽ കൂടുതൽ മറ്റാരും പ്രസംഗിച്ചുകൂടാ. അതുകൊണ്ടല്ല, ഗവർണർ അവിടെ ഇരിക്കുന്നു, ഒരാൾ 1.5 മണിക്കൂർ അങ്ങ് തട്ടി വിടുന്നു, ആ പരിപാടി നടന്നു. ഇതെല്ലാം എഴുതി തന്നു. ഞങ്ങൾ പ്രോട്ടോക്കോൾ അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച് തന്നെ ഗവർണറുടെ രാജ്ഭവനിൽ വെച്ച് തന്നെ എഴുതി സബ്മിറ്റ് ചെയ്തു. അദ്ദേഹം വന്നു സംസാരിച്ചു പോയി. ഒരു ബഹളവും ഒന്നും ഉണ്ടായില്ല. വൈസ് ചാൻസലർ അന്ന് MG യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ വന്നിട്ടുണ്ട്, കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ വന്നിട്ടുണ്ട്. P. പരമേശ്വരൻ എന്ന് പറയുന്ന RSS പ്രചാരകന് ഇരിക്കുന്ന വേദിയിൽ ഇവരെല്ലാം വന്ന് സംസാരിച്ചിട്ടുണ്ട്. വിചാരകേന്ദ്രത്തിന് ഒരു തവണ ഇത് വേണം, നമ്മുടെ സെനറ്റ് ഹാൾ വേണം. സെനറ്റ് ഹാൾ ബുക്ക് ചെയ്യാൻ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അത് സ്വരലയ ബുക്ക് ചെയ്തിരിക്കുന്നു, MA ബേബിയുടെ. അപ്പം ഞാൻ നിരാശനായി. ഞാൻ പോയി പരമേശ്വരിയോട് പറഞ്ഞു, പരമേശ്വരി അത് സ്വരലയ ബേബി ബുക്ക് ചെയ്ത് കളഞ്ഞു, അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും അവളെ നോക്കാൻ പറ്റും. പരമേശ്വർ പറഞ്ഞു സാരമില്ല, ഞാൻ വിളിക്കാമല്ലോ. പരമേശ്വരി MA ബേബിയെ വിളിച്ചു. AKG സെൻറ്ററിൽ ബേബി ഇങ്ങനെയാണ് എൻ്റെ ഒരു ആവശ്യത്തിന്, എനിക്ക് സെനറ്റ് ഹാളിന് കപ്പാസിറ്റി കൂടുതലാണ്, 1400 പേര്. അന്ന് മുരളി മനോഹർ ജോഷിയാണ് വരുന്നത്, നല്ല ആൾക്കൂട്ടം ഉണ്ടാകും. അപ്പോൾ ബേബി പറഞ്ഞു അയ്യോ കുഴപ്പമില്ല, എൻ്റെ പ്രോഗ്രാം കിഷോരി അമൻകറിൻ്റെ ഹിന്ദുസ്ഥാനി കച്ചേരിയാണ്, അതിനൊരു 500-600 ഹിന്ദുസ്ഥാനി കച്ചേരിക്ക് കേരളത്തിലുള്ള പ്രചാരം കുറവാണല്ല. പിന്നെ കിഷോരി അമൻകർ ആയതുകൊണ്ട്, സ്വരലയയുടെ പരിപാടി ആയതുകൊണ്ടും ഒക്കെ ആയിട്ട് കുറേ ആൾ കൂടും. എനിക്ക് അത് പ്രശ്നമില്ല, പരമേശ്വരി സെനറ്റ് ഹാൾ എടുത്തോളൂ, ഞാൻ ടാഗോർ തിയേറ്ററോ എന്തെങ്കിലും നോക്കാനുള്ള വിഷയമില്ല.
ഒരു കോംപ്ലക്സും ഇല്ലാതെ വിചാര കേന്ദ്രത്തിന് MA ബേബി സെനറ്റ് ഹാള് വിട്ടു തന്നു. ബുക്ക് ചെയ്ത സെനറ്റ് ഹാൾ. എന്നിട്ട് അദ്ദേഹം സ്വരലയ പരിപാടി ടാഗോർ തിയേറ്ററിൽ നടത്തി, ഞങ്ങളിവിടെയും നടത്തി. അന്നൊന്നുമില്ലാതിരുന്ന ഈ പ്രശ്നം എന്തായിപ്പോൾ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഒരു ഡെസ്പറേറ്റ് അറ്റംപ്റ്റ് RSS എന്ന് കേട്ടാൽ എവിടെയും കയറിയിട്ട് ബഹളം വയ്ക്കുക ചെയ്യുക. തെരഞ്ഞെടുപ്പ് കാലം ആകാൻ പോകുന്നതുകൊണ്ടായിരിക്കും അല്ലേ ഇത്? വാസ്തവത്തിൽ ഇതുകൊണ്ടാണ് ഞാൻ മോദിയുടെ 1 നേഷൻ 1 ഇലക്ഷനെ അംഗീകരിക്കുന്നത്. കാരണം എല്ലാവരും എപ്പോഴും തെരഞ്ഞെടുപ്പിൻ്റെ മൂഡിലാണ്. അതുകൊണ്ട് ആർക്കും ആരെയും കുറ്റം പറയാനൊന്നും പാടില്ല. ഇപ്പോൾ കേരളത്തിൽ സേഫായിട്ട് ചീത്ത പറയാവുന്ന ഏക പ്രസ്ഥാനം RSS ആണ്. അതുകൊണ്ട് അതിനെ എല്ലാവരും ചീത്ത പറയും. വേറെ ആരെങ്കിലും ചീത്ത പറയാറുണ്ട്? ഒന്നുമില്ല. RSS തൊട്ട് മറുപടി പറയാനും പോകത്തില്ല. RSS മൈൻഡ് ചെയ്യില്ല, ഒരു മൈൻഡ് ചെയ്യില്ല. സർസംഘചാലക് വന്നു, സംസാരിച്ചു, അദ്ദേഹം തിരിച്ചുപോയി. ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മാനസികാവസ്ഥയിൽ നിന്ന് ആളുകളൊന്നും മാറണം. എങ്കിൽ എന്തെങ്കിലും വികസനവും നല്ല ഇവർ ഈ കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ തോതിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കാവ്യവൽക്കരണം നടക്കുന്നു എന്നൊക്കെ ആശയം ഉന്നയിക്കുന്നു. അതേ സമയത്ത് തന്നെ RSSൻ്റെ സർസംഘചാലകൻ പങ്കെടുക്കുന്ന ഒരു വിദ്യാഭ്യാസ സെമിനാർ നടക്കുന്നു. അതിൽ VC-മാർ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുന്നു. അതപ്പോൾ ഒരു എന്തെങ്കിലും ഒരു ഗ്രാൻഡ് ഡിസൈൻ ഉണ്ടോ അതിൻ്റെ പിന്നിൽ? തീർച്ചയായിട്ടും ഒരു ഡിസൈനുണ്ട്. അത് പക്ഷേ ഇങ്ങനെ എഴുതി തയ്യാറാക്കിയ ഒരു ഡിസൈനല്ല. കേരളത്തിലെ മാത്രമല്ല, ഭാരതത്തിലെ മൊത്തം വിദ്യാഭ്യാസ നയത്തിൽ, അത് ഉന്നത വിദ്യാഭ്യാസം മാത്രമല്ല, പ്രൈമറി വിദ്യാഭ്യാസം മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെ അതിശക്തമായ ഒരു കാവ്യവൽക്കരണത്തിൻ്റെ ആവശ്യമുണ്ട് എന്ന് RSS കരുതുന്നു. കാവ്യയെ പുറത്താക്കിയ വിദ്യാഭ്യാസം കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടായില്ല എന്ന് തിരിച്ചറിയുന്നു. ഇത് പഴയ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ തന്നെ, ഇപ്പോൾ നമ്മളുടെ അധ്യാപക ദിനമുണ്ട്. ആരുടെ? ഡോക്ടർ S. രാധാകൃഷ്ണൻ്റെ ജന്മദിനം. ഡോക്ടർ S. രാധാകൃഷ്ണൻ്റെ പുസ്തകങ്ങൾ വായിച്ചു നോക്കുക. അദ്ദേഹം ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് ഇന്ത്യൻനെസ് ഇല്ലാതെയാവുന്നു. ആ ഇന്ത്യൻനെസ് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ഒരു വിശാലമായ അജണ്ട, അതിനെയാണ് ഒരു കാവ്യവൽക്കരണം എന്ന് പറയുന്നത്. കാവി ഒരു മോശം കളറാണ് എന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് കാവ്യവൽക്കരണം തെറ്റാണെന്ന് തോന്നുന്നത്. കാവി ഒരു നല്ല കളറാണ്, ഭാരതത്തിൻ്റെ കളറാണ് കാവി. അതുകൊണ്ടാണ് ദേശീയ പതാകയിലും ഒരു കഷ്ണം കാവി നിർത്തിയത്. ഇതറിയാവുന്ന ആൾക്കാർ എല്ലായിടത്തും ഉണ്ട്. AK ആൻ്റണിയാണ് ആദ്യം കാവ്യവൽക്കരണം എന്നുള്ള വാക്കിനെ കോൺഗ്രസ്സിനുള്ളിൽ എതിർക്കുന്നത്, അതും പരസ്യമായിട്ട്. AK ആൻ്റണി പറഞ്ഞു, ഇത് കോൺഗ്രസ്സിന് മുതലാവുന്ന ഏർപ്പാടല്ല. കാവ്യവൽക്കരണം ഒരു പോസിറ്റീവ് പ്രക്രിയയാണ്. അതിനെ എതിർത്ത് കഴിഞ്ഞാൽ ഭാരതം നിങ്ങളെ കൈയൊഴിയും. അതുകൊണ്ട് അത് ചെയ്യരുത്. ഇപ്പോൾ നോക്കിക്കോ, കേരളം ഒഴിച്ച് ഒരു സ്ഥലത്ത് സഫ്രണൈസേഷൻ എന്നുള്ള വാക്ക് കാണില്ല. കേരളത്തിൽ മാത്രമാണ് പറയുന്നത്. ഭഗവാകരൺ എന്ന് ഹിന്ദിയിൽ പറയുന്നു, ഇപ്പോൾ കേൾക്കില്ല. കാവി ഭീകരത കേരളത്തിനുള്ളിൽ മാത്രമുള്ള വാക്കാണ്, ബാക്കി എല്ലാവരും ഇട്ടുകളഞ്ഞു. കാരണം നിങ്ങൾ കാവി ഭീകരത എന്ന് പറയുമ്പോൾ ഒരു സന്യാസിയെ ഭീകരവാദിയായിട്ട് കാണിക്കുകയാണ് ജനങ്ങളുടെ മനസ്സിൽ. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അത് ഓക്സിമോറോണാണ്. എല്ലാം ത്യജിച്ചു പോയവൻ എന്ത് ഭീകരവാദി? ഇത് അവർക്ക് മുതലാവുന്നില്ല. ഇപ്പോൾ ഇതെല്ലാം ഇൻസ്പൈറ്റ് ഓഫ് ഓൾ ദീസ് എഫേർട്ട് കേരളത്തിൽ ഏറ്റവും അധികം വളർന്നു വരുന്ന പാർട്ടി ഏതാണ്? ഏറ്റവും വേഗത്തിൽ വളർന്നു വരുന്നത് BJP തന്നെയാണ്. അത് ഇതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് കൊണ്ടാണ് ഈ അനാവശ്യമായിട്ട് കാവ്യയെ കുറ്റം പറയുക, കാവ്യവൽക്കരണം എന്ന് പറഞ്ഞ് പേടിപ്പിക്കാൻ നോക്കുക. ഇതെല്ലാം ഇവർക്ക് നഷ്ടക്കച്ചവടം ഉണ്ടാക്കും. അപ്പോൾ ഈ VC-മാരോട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ള ശത്രുത കൂടുമല്ലോ? അവർക്ക് കൂടും. VC-മാരെ വഴിയിൽ തടയുകയോ. ഇവർക്ക് ആകെ കയ്യിലുള്ളത് എന്താ? ഈ കായബലം കാണിക്കൽ. കുറേ DYFIക്കാരെ ഇറക്കിയിട്ട് റോഡിൽ ബഹളം വയ്ക്കുക, വീട്ടിൽ പോയി ഗേറ്റിങ്ങിൽ ബഹളം വയ്ക്കുക, ഇതൊക്കെയാണ്. മോശമാണ് ഇതെല്ലാം. ഞാൻ പറയുന്നത്, ലുക്ക് അറ്റ് സ്റ്റാലിൻ. 10 യൂണിവേഴ്സിറ്റിയുടെ ബില്ലാണ് RN രവി തടഞ്ഞു വെച്ചത്. സ്റ്റാലിൻ വെൻറ്റ് ടു സുപ്രീം കോർട്ട്. എനിക്ക് ആ വിധിയോട് ആനുകൂല്യമൊന്നുമില്ല. ബട്ട് അതുവരെ സ്റ്റാലിൻ വെയിറ്റ് ചെയ്തു ഫോർ 2 years. അയാൾക്കെന്താ ഗവർണറെ വഴിയിൽ തടയാൻ അറിഞ്ഞുകൊണ്ടായിട്ടാണ്? ആളില്ലാഞ്ഞിട്ടാണ്? യുവന്മാരെക്കാളൊക്കെ 10 ഇരട്ടി വയലൻ്റായ ആൾക്കാർ തമിഴ്നാട്ടിലുണ്ട്. നത്തിങ് ഹാപ്പൻ. എല്ലാ യൂണിവേഴ്സിറ്റിയിലും പഠിത്തം സംഗതിയൊക്കെ
RN രവി വെച്ച വൈസ് ചാൻസലർമാർ വെച്ച് തന്നെ മുന്നോട്ട് പോയി. സുപ്രീം കോടതി വിധി വന്നു കഴിഞ്ഞപ്പോൾ ഇമ്മീഡിയറ്റ് നോട്ടിഫിക്കേഷൻ ഇറങ്ങി, എല്ലാവരെയും മാറ്റി അയാൾ സ്വന്തക്കാരെ VC-ആക്കി വെച്ചു. ബട്ട് വിദ്യാഭ്യാസ രംഗം കുളമാക്കാൻ സ്റ്റാലിൻ പോയില്ല. ഇവിടെയാണെങ്കിലോ സുപ്രീം കോടതിയിൽ കേസും കൊടുക്കും, ഇവിടെ തെരുവിലും ബഹളം നടത്തും. ഇതെന്ത് പരിപാടിയാണ്? ഇപ്പോൾ സ്പെഷ്യൽ ഇൻറ്റൻസീവ് സർവേ അത് സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്തിരിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ. സുപ്രീം കോടതിയിൽ കേസ് നീക്കിയില്ല, പക്ഷേ ലോക്സഭയിൽ കടക്കപ്രതിയുണ്ടോ? നിങ്ങൾ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിട്ട് പിന്നെ റോട്ടിൽ കിടന്ന് ലോക്സഭയിലും ഒക്കെ ബഹളം വയ്ക്കുന്നുണ്ട്. ബഹളം വെക്കാനുള്ള സ്ഥലമാണോ? അങ്ങനെയാണെങ്കിൽ പിന്നെ ശരി, എന്നാൽ പിന്നെ സുപ്രീം കോടതിയിൽ പോകണ്ടേ, ഇവിടെ ബഹളം വെച്ച് നേടിക്കോ? അതൊന്നും ഒരു സംസ്കാരമല്ല. അതൊരു വെറുതെ ശല്യം ചെയ്യുക, ജനാധിപത്യ പ്രക്രിയയിൽ ഉടക്കെടുത്തിടുക എന്നുള്ളതല്ലാതെ ഒരു കാര്യവും അവർ ചെയ്യുന്നില്ല. കേരളത്തിൽ നടക്കുന്നത് അത് തന്നെയാണ്. വൈസ് ചാൻസലർമാർ സെമിനാറിൽ പങ്കെടുത്തുകൂടാ, അവർ പണ്ട് ഗൗരിയമ്മയെ പുറത്താക്കാൻ ഒരു കാരണം അതായിരുന്നു. ആലപ്പുഴക്കാരാണ് ഗൗരിയമ്മയും P. പരമേശ്വരൻ. ആലപ്പുഴയിൽ നടന്നൊരു സെമിനാറിൽ ഇവർ രണ്ടും ഒരേ വേദിയിൽ P. പരമേശ്വരനുമായിട്ട് വേദി പങ്കിട്ടു എന്ന് പറഞ്ഞ് ഗൗരിയമ്മയെ പുറത്താക്കി. ഗൗരിയമ്മ പറഞ്ഞു, ആ മനുഷ്യൻ അവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല, എന്നെ യോഗത്തിന് വിളിച്ചു. അപ്പം ഈ യോഗത്തിൽ ആലപ്പുഴ ജില്ലയിലെ മാന്യന്മാരെയൊക്കെ വിളിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒരാളാണ് P. പരമേശ്വരൻ. അദ്ദേഹത്തെ വിളിച്ചു, അദ്ദേഹം അവിടെ ഇരിപ്പുണ്ട്. അല്ലാതെ ഗൗരിയമ്മയും പരമേശ്വരനും തമ്മിൽ സംസാരിക്കുകയോ കുശലം പറയുകയോ അതുപോലും ഉണ്ടായിട്ടില്ല. പരമേശ്വരജി ആ സ്റ്റേജിൽ ഇരിപ്പുണ്ടെന്ന് ഈ മറ്റേ മൊത്തം ജില്ലയുടെയൊക്കെ പരിപാടി കണ്ടിട്ടില്ലേ? സ്റ്റേജിൽ ഒരുപാട് പേരുണ്ട്, ആരൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റില്ല. 2-3 നിര കസേരയൊക്കെ ആയിട്ട്. ഇതിനാണ് ഗൗരിയമ്മയ്ക്കെതിരെ നടപടി വന്നത്. ഇങ്ങനെ ചെയ്ത ആൾക്കാരാണ്. CPM അവിടെ നിന്ന് ഇപ്പോഴും മാറിയിട്ടില്ല, ഒന്നും മാറിയിട്ടില്ല. അതേസമയം അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ എന്ത് തോന്നിയാസം കാണിച്ചാലും അവർ കൂടെ ഉണ്ടാവും. ഏതായാലും സെമിനാറൊക്കെ ഭംഗിയായിട്ട് നടന്നു. കടകംപള്ളി സുരേന്ദ്രൻ ഗുരുവായൂർ പോയി കഴിഞ്ഞാൽ പാർട്ടി ശാസിക്കും. മുഹമ്മദ് റിയാസ് ഹജ്ജിന് പോയി കഴിഞ്ഞാൽ പാർട്ടി അനുകൂലമായ പ്രമേയം പാസാക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.